നമസ്കാരം, ഞാൻ സുകുമാരി. ഇന്ന് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് അനുഭവിക്കാനിടയുള്ള അനുഭവങ്ങളെ പറ്റിയാണ്. അതായത് ഈ നക്ഷത്രക്കാർ വളരെ പ്രത്യേകതയുള്ള പല സ്വഭാവങ്ങളും ഈ ഭരണി നാളിൽ ജനിച്ചവരിൽ കാണാറുണ്ട്. അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടാണ് ഇവർ കാണപ്പെടുക. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കും. അന്യരുടെ അഭിപ്രായം അനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ സാധാരണഗതിയിൽ അവർ തയ്യാറാവുകയില്ല. അന്യരുടെ അനിഷ്ടങ്ങൾ അധികമൊന്നും ശ്രദ്ധിക്കാത്തവരായാണ് ഈ നാളുകാർ. ആരുടെയെങ്കിലും ആനുകൂല്യം കൊണ്ട് എന്തെങ്കിലും നേടാൻ അവർ താല്പര്യം കാണിക്കാറുമില്ല. പെരുമാറ്റത്തിൽ അല്പ കർക്കശത്വം ഉണ്ടാകും. അതുമൂലം എല്ലാവരുമായി യോജിച്ചു പോകാൻ അവർക്ക് കഴിയാറുമില്ല. സത്യസന്ധതയും സദാചാര നിഷ്ഠയും ഉണ്ടാകും. മനസ്സാക്ഷിയുടെ പ്രേരണ അനുസരിച്ചായിരിക്കും ഏത് കാര്യവും ചെയ്യുക. സഹനശക്തി കുറയും, പെട്ടെന്ന് ക്ഷോഭിക്കും. ക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കുകയില്ല. എല്ലാവരുടെ തെറ്റുകളും ക്ഷമിക്കാനുള്ള മഹാമനസ്കതയും കാണിക്കും. പ്രത്യേകിച്ച് ആശ്രയിക്കുന്നവരോട് പ്രത്യേക പരിഗണന കാണിക്കും. അഭിമാനത്തിന് ഭംഗം വരുന്ന സാഹചര്യം ഉണ്ടായാൽ നാടുവിടുക, ആത്മഹത്യയെ പറ്റി ചിന്തിക്കുക തുടങ്ങിയവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. എല്ലാ വിഷയങ്ങളെപ്പറ്റിയും സാമാന്യമായ അറിവുള്ളവരാണിവർ. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അന്യരുടെ ചിന്താഗതികൾ വളരെ വേഗം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപം നൽകാൻ ചെയ്യാൻ കഴിവുള്ളവരുമാണ്. ധാരാളം എതിരാളികൾ ഇവർക്കുണ്ടാകും. അവരുടെ മുൻപിൽ തലകുനിക്കാനോ വിട്ടുവീഴ്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാക്കാനോ താല്പര്യവും കാണിക്കുകയില്ല. ഇതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി പരാതിപ്പെടുകയുമില്ല. സ്വതന്ത്ര ബുദ്ധിയായിരിക്കും. ആജ്ഞാശക്തിയും ആജ്ഞകൾ അന്യരെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള സാമർഥ്യവും ഉണ്ടാകും. ഈ ഭരണി നക്ഷത്രക്കാർ അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കും. പ്രതിബന്ധങ്ങൾ നേരിട്ട് കൊണ്ട് മാത്രമേ ഇവർ എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യത ഉള്ളവരുമാണ്. നേടാൻ കഴിയുമായിരുന്ന പലത് നിർബന്ധ ബുദ്ധി കാരണം നേടാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അത് പിൽക്കാലത്ത് പ്രായച്ചിത്തം അല്ലെങ്കിൽ പശ്ചാത്തപിക്കാൻ ഇടയുണ്ടാകുന്നവരുമാണ്. പുറമേയുള്ള പെരുമാറ്റത്തിൽ അല്പം ഗൗരവഭാവം പ്രകടിപ്പിക്കുമെങ്കിലും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധമുണ്ടാകും. കുടുംബത്തിൽ നിന്ന് ധനലാഭം ഈ നാളുകാർക്ക് ഉണ്ടാകാറില്ല. സഹോദരങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരും അത്ര അടുപ്പത്തിൽ വരികയില്ല. സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാകുക. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ടാകും. ഫലം നോക്കാതെ പരിശ്രമിക്കും. പല തൊഴിലുകൾ മാറി മാറിയോ ഒരേ സമയത്ത് തന്നെയോ ഏർപ്പെട്ടെന്ന് വരാം. കൃത്യനിഷ്ഠയുണ്ടാകും. ഉദ്യോഗ ജീവിതത്തിൽ താല്പര്യം കാണിക്കും. കൃഷി, വ്യവസായം തുടങ്ങിയവയിലും ഇടയ്ക്കിടെ ഏർപ്പെടും. ആരുടെയെങ്കിലും കൂട്ടത്തിൽ ജോലി ചെയ്യാൻ മടി കാണിക്കുന്നവരാണിവർ. എല്ലാം തനിയെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കും. ഇതുമൂലം സഹായികളും സുഹൃത്തുക്കളും ശത്രുക്കളായി മാറാനും ഇടയുണ്ട്. ഏത് കാര്യം കേട്ടാലും അതിൻ്റെ മറുവശത്തെ പറ്റി ചിന്തിക്കും. ഇത് സുഹൃത്തുക്കൾക്ക് പോലും അതിർത്തി ഉണ്ടാക്കിയെന്ന് വരാം. സുഖജീവിതത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി ആകുലപ്പെടുന്നവരുമാണ്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. സഹകരണ മനോഭാവവും സ്നേഹവുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുകയില്ല. സ്ത്രീകളായ ഭരണി നക്ഷത്രക്കാർ കുടുംബവുമായി കലഹിക്കുകയും അതുമൂലം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ഇടയാവുകയും ചെയ്യും. ഈ കുഴപ്പത്തിനൊക്കെ പ്രധാന കാരണം അവരുടെ അധികാരഭാവവും ആരെയും വകവയ്ക്കാതെ ഉള്ള സ്വഭാവ രീതികളുമാണ്. ഭരണി നാളുകാർ ആരോഗ്യപരമായി മെച്ചപ്പെട്ടവരായിരിക്കും.
അധികം ഉയരമില്ലാത്തതും പുഷ്ടിയുള്ളതുമായ ശരീരപ്രകൃതിയായിരിക്കും ഉണ്ടായിരിക്കുക. വലിയ നെറ്റിയും ആകർഷങ്ങളായ കണ്ണുകളും ഗൗരവമുള്ള മുഖഭാവവും ഉണ്ടായിരിക്കും. ഗൗരവമായ രോഗങ്ങൾ ഉണ്ടാകില്ല. ദന്തരോഗം, ഉദരരോഗം, ശിരോരോഗങ്ങൾ തുടങ്ങിയ ചെറിയ തോതിൽ ഇടയ്ക്കിടെ ബാധിച്ചേക്കാം. ഭക്ഷണ കാര്യത്തിലും ചികിത്സാ കാര്യത്തിലും ശ്രദ്ധക്കുറവ് കാണിക്കും. ഇവർക്ക് ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും. 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ കാലത്ത് വിദ്യാഭ്യാസത്തിന് തടസ്സമോ മാന്ദ്യമോ ഉണ്ടാകാം. 30 വയസ്സിന് ശേഷം 50 വയസ്സ് വരെയുള്ള കാലം അഭിവൃദ്ധികരമാണ്. സാമ്പത്തികമായി ഈ കാലഘട്ടം അവർക്ക് ഒരു നിലയിലെത്തിച്ച് ചേർക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. 50-ാം വയസ്സിൽ ചില അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകാവുന്ന നക്ഷത്രക്കാരുമാണ്. 50 വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. നന്ദി, നമസ്കാരം.